അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലവ് ദ ഖുർആൻ ഇവൻ ചെയർ ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് റസിയ സിയാദ്. വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായമായ സൂറത്തുൽ ഖമറിലെ ഒരു വചനത്തെ തദബ്ബുർ ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. സൂറത്തുൽ ഖമർ മക്കയിൽ അവതരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ തങ്ങൾ വിശ്വസിക്കണമെങ്കിൽ സ്പഷ്ടമായ വല്ല ദൃഷ്ടാന്തവും കണ്ടേ തീരൂ എന്ന് മക്കയിലെ സത്യനിഷേധികൾ ശഠിച്ചപ്പോൾ ചന്ദ്രം പിളരുകയും അത് മക്കയിലെ ജനങ്ങൾ കാണുകയും ചെയ്തു എന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. ലൂത്ത് അലൈഹിസ്സലാമിൽ അവിശ്വസിച്ച ജനതയെയും നൂഹ് അലൈഹിസ്സലാമിൽ അവിശ്വസിച്ച ജനതയെയും ഫിറഔന്റെ ജനതയെയും അള്ളാഹു ഭയാനകമായ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ സംഭവം ഈ സൂറത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുകയും പരലോകത്തെ അവിശ്വസിക്കുകയും പ്രവാചകന്മാരെയും പ്രമാണങ്ങളെയും ധിക്കരിക്കുകയും ചെയ്യുന്നവർക്ക് ഭയാനകമായ ശിക്ഷ വരാനിരിക്കുന്നു എന്ന് അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. സൂറത്തുൽ ഖമറിലെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നു, എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ആയത്ത് സൂറത്തുൽ ഖമറിൽ 4 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഖുർആനിലെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് മനസ്സിലാകുന്ന രീതിയിലും അതിന്റെ അവതരണ ശൈലി മനോഹരമായ സാഹിത്യത്തിലും കൂടിയാണ് ഇറക്കിയിട്ടുള്ളത്. സ്വർഗാനുഭൂതിയെ കുറിച്ച് പറയുന്ന തൊട്ടടുത്ത് തന്നെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയെക്കുറിച്ചും ഖബർ ശിക്ഷയെക്കുറിച്ചും വിവരിക്കുന്നു. സത്യവിശ്വാസിയെ കുറിച്ച് പറയുന്ന തൊട്ടടുത്ത് തന്നെ സത്യനിഷേധിയെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഖുർആൻ മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറയുന്നു, മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഖുർആനിനെ നാം നിങ്ങൾക്ക് ഇറക്കിയത് നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല, അഥവാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയല്ല എന്നാണ്. ഖുർആനിൽ സതുപദേശം, മാർഗദർശനം, ഹുദ, കാരുണ്യം, ക്ഷമ, രോഗശമനം എന്നിങ്ങനെ എല്ലാം അടങ്ങിയതാണ് ഖുർആൻ. ഖുർആൻ ലളിതമാക്കി തന്നു എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം നാം പറയാം. 5 നേരത്തെ നമസ്കാരവും റമളാൻ മാസത്തിലെ നിർബന്ധ നോമ്പും രോഗികൾക്കും യാത്രക്കാരനും അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സകാത്തിന്റെ കാര്യത്തിലും ഹജ്ജിന്റെ കാര്യത്തിലും കഴിവും ശേഷിയും ഉള്ളവൻക്കാണ് ഹജ്ജിന്റെ കാര്യത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ, ഭയപ്പാടുള്ളവൻക്ക് ഖുർആനിൽ ഉത്ബോധനമുള്ളൂ. ഭയമില്ലാത്തവൻക്ക് ഖുർആനിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചെവിക്കൊള്ളുകയില്ല. പണ്ട് സമൂഹം വളരെ മോശമായി കണ്ടുകൊണ്ടിരിക്കുന്ന പലതും ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുകയും മതത്തെ നിരസിക്കുകയും എന്തും ഏതും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും മയക്കുമരുന്നിന്റെ വ്യാപക ഉപയോഗവും സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഇടപെടലുകളും നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ ഭയക്കാതെയും ജീവിക്കുന്നവർക്ക് അതിഭയാനകമായ ശിക്ഷ വരാനിരിക്കുന്നു എന്ന് അള്ളാഹു താക്കീത് നൽകുന്നു. സൂറത്തുൽ ലൈലിൽ അള്ളാഹു പറയുന്നു, ഫഅൻദർതുകും നാറൻ തലവ്വാ. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്നാണ്. ഇന്ന് മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ സൂറത്തുൽ ഖാരിയയിലെ അന്ത്യനാളിനെ കുറിച്ചുള്ള 2 വചനങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നി യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്. അന്നേ ദിവസം ജനങ്ങൾ ചിന്നിച്ചിതറിയ പാറ്റുകളെ പോലെയായി തീരുമെന്നും വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമകൂപങ്ങളെ പോലെയായി തീരുമെന്നും അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് എന്നും അള്ളാഹുവിനെ പിൻപറ്റിയോ അള്ളാഹുവിനെ ഭയപ്പെട്ടും നബിചര്യ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്
وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة وأكواب موضوعة നിറക്കപ്പെട്ട കോപ്പകളും വനമാരിക്കും മസ്ഫൂഫ അണിയണിയായി വെക്കപ്പെട്ട തലയിണകളും വസറാബിയും മബ്സൂസ നിവർത്തപ്പെട്ട പരവതാനിയും നമ്മെ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നന്ദി പറഞ്ഞും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിനിരയായ ജനങ്ങൾക്ക് അള്ളാഹു മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവിടെ ഒറ്റപ്പെട്ടു പോയ ജനങ്ങൾക്ക് മനക്കരുത്തും ശക്തിയും സഹനവും കൊടുത്ത് സർവശക്തൻ നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.